Hi friends, welcome to lesson 1.17 in professional business skills. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്താണെന്ന് കണ്ടു. ടൈപ്സ് ഓഫ് ടെക്നിക്കൽ ഡോക്യുമെന്റ്സും നമ്മൾ കണ്ടു. അപ്പം ടെക്നിക്കലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ഇറ്റ് വാസ് എ ലോങ് ടോപ്പിക് ഓൾസോ. 30 മിനിറ്റോളം ഏകദേശം ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് ഡോക്യുമെന്റേഷൻ, നല്ല ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരുപാട് പോയിന്റ്സ് ഇല്ല, ക്ലാസ് ഒരുപാട് ലോങ് ക്ലാസ് ആകാനുമുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ അത് ശ്രദ്ധിച്ചിരുന്ന് നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് ഡോക്യുമെന്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത് ലിസ്റ്റിംഗ് ഓഫ് കണ്ടന്റ്സ്. ഇത് ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റിന് മാത്രം എന്നല്ല, ഏത് ഡോക്യുമെന്റിനും ഒരു ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ് അത്യന്താപേക്ഷിതമാണ്. ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെന്റിൽ എന്തൊക്കെ ഉണ്ട് എന്ന് എളുപ്പത്തിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു ഡോക്യുമെന്റ് എടുക്കുമ്പോഴും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മുതൽ ഏതൊരു ഡോക്യുമെന്റ് എടുക്കുമ്പോഴും ഇതിന് എസെൻഷ്യൽ ആയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ്, ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആദ്യമേ തന്നെ കാണണം. എന്നിരുന്നാൽ മാത്രമേ അവിടെ നോക്കി ഈ പുസ്തകത്തിൽ, ഈ ഡോക്യുമെന്റിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ഈ ഡോക്യുമെന്റ് വായിക്കണോ വേണ്ടയോ, വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. ഇത് മാത്രമല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് എളുപ്പത്തിൽ കണ്ടെത്തി ആ ഭാഗം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ് മുഴുവൻ വായിച്ചു നോക്കണം, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് ഒരു ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ്, ഇൻഡെക്സ് എന്നോ ടേബിൾ ഓഫ് കണ്ടന്റ്സോ നമ്മൾ ഏത് രീതിയിൽ വിശേഷിപ്പിച്ചാലും ഒരു ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ് ഏതൊരു ടെക്നിക്കൽ ഡോക്യുമെന്റിനും ഹൈലി എസെൻഷ്യൽ. സെക്കൻഡ് ഈസ് സ്റ്റേറ്റഡ് പർപ്പസ്. ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമ്മൾ പോകുമ്പോൾ സബ് ടോപ്പിക്സ് ആയിട്ട് ഒരുപാട് പോയിന്റ്സ് നമ്മൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഓരോ പോയിന്റിലും കൃത്യമായിട്ട് ഈ ഭാഗം എന്തിനു ഉപകരിക്കുന്നു എന്ന് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരു മെക്കാനിക്കൽ അപ്ലയൻസ് തന്നെ എടുക്കുക, ഒരു മൈക്രോവേവ് അവൻ തന്നെ എടുക്കുക. ഇതിൽ 1000 കോമ്പണൻസ് കാണുമായിരിക്കും. ഇത് വാഷിംഗ് മെഷീൻ എടുക്കുക, അനേകം കോമ്പണൻസ് ഉണ്ട്. ഒരു മോട്ടോർ കാർ എടുക്കുക, ആയിരക്കണക്കിന് കോമ്പണൻസ് ചേർന്നതാണ് ഒരു മോട്ടോർ കാർ. ഇതിൽ ക്രിട്ടിക്കലായി നമ്മൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള എലിമെന്റ്സ്, പോയിന്റ്സ് എന്തെല്ലാം ഉണ്ടെങ്കിൽ അവയെല്ലാം എന്തിനു ഉപകരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സാധാരണ അപ്ലയൻസസ് ഒക്കെ, ഹോം അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ നമുക്കൊരു ഹോം അപ്ലയൻസ് ആണെങ്കിൽ നല്ല ധാരണ ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലാത്ത കേസുകളിൽ ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു മോഡം വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കാം, കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്യേണ്ട ഒരു മോഡം വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് അത്ര ഫെമിലിയർ ആയിക്കൊള്ളണം എന്നില്ല ഒരു മോഡത്തിന്റെ യൂസ് എങ്ങനെ വരുന്നു, എവിടേക്ക് ഏത് വയർ പോകുന്നു നമുക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു മാനുവൽ ഉണ്ടെങ്കിൽ, ചെറിയൊരു ഫോൾഡ് 4ആയി 5ആയി മടക്കിയ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഓരോ എലിമെന്റും, ഏത് ജാക്ക് എവിടെ പോകണം, ഏത് കളർ എന്തിനു സൂചിപ്പിക്കുന്നു, ഏത് ഇന്നാണ് ഏത് ഔട്ടാണ്, ഇതിന്റെ പർപ്പസ് ഡാറ്റയ്ക്കാണോ, ഇതിന്റെ പർപ്പസ് വോയിസിനാണോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്റ്റേറ്റഡ് പർപ്പസ്, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഓരോന്നും എന്തിനു വേണ്ടിയുള്ളതാണ്, ഓരോന്നിന്റെ പർപ്പസ് എന്താണ് എന്നുകൂടി വ്യക്തമായിട്ട് ഈ ഡോക്യുമെന്റിൽ കൊടുത്തിരിക്കണം. അടുത്തത് നാവിഗേഷൻ ടൂൾസ്. നാവിഗേറ്റ് ചെയ്യുക, നാവിഗേറ്റർ. ഇപ്പൊ നമ്മൾ മോട്ടോർ റാലിയിലൊക്കെ നമുക്ക് ഡ്രൈവറും ഉണ്ടാവും, നാവിഗേറ്ററും ഉണ്ടാവും. ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ നാവിഗേറ്റർ ആണ് ഏത് വഴിയെ പോകണം, എത്ര സ്പീഡിൽ പോകണം, ഏത് ടൈം ബ്രേക്കിൽ എത്ര ടൈമിനുള്ളിൽ നമ്മൾ എത്തണം, നേരത്തെ എത്തിയാലും പെനാൽറ്റിയാണ്, വൈകി എത്തിയാലും പെനാൽറ്റിയാണ്. അപ്പൊ ഇതെല്ലാം കണക്ക് കൂട്ടി എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്ന ആളാണ് നാവിഗേറ്റർ. എന്ന് പറയുമ്പോഴാണ് നാവിഗേഷൻ ടൂൾസ്. ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റിൽ നാവിഗേഷൻ ടൂൾസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. കാരണം അനേകം ഓപ്ഷൻസ്, പോസിബിലിറ്റീസ് ഒക്കെ ഉള്ളതാണ് മോഡേൺ അപ്ലയൻസസ് ആയാലും ആപ്ലിക്കേഷൻസ് ആയാലും. അപ്പോൾ ചോയ്സസ് കൂടുതലാകുമ്പോൾ കസ്റ്റമർക്ക്, ഉപയോഗിക്കുന്ന ആൾക്ക് എന്താണ് അയാളുടെ ആവശ്യം, അതിനനുസരിച്ചുള്ള ചോയ്സ് സെലക്ട് ചെയ്ത് അതിലൂടെ പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ നാവിഗേഷൻ ടൂൾസിന് സാധിക്കണം. അപ്പൊ നിങ്ങൾ ഒരു മൈക്രോവേവ് അവൻ എടുക്കുക, അപ്പൊ അതിലാണെങ്കിൽ നമ്മൾ കാണുകയാണ്, ഒന്നാമത്തേത് ഇന്ത്യൻ കുക്കിംഗ്, വെസ്റ്റേൺ കുക്കിംഗ്. അപ്പൊ ഇന്ത്യൻ കുക്കിംഗ് ആണെങ്കിൽ അതില് ഫ്രൈയിങ് വരുന്നു, അതില് സ്റ്റീം കുക്ക്ഡ് ഐറ്റംസ് വരുന്നു, അതിൽ തന്നെ വെജിറ്റേറിയൻ വരുന്നു, നോൺ വെജിറ്റേറിയൻ വരുന്നു. ഇനി നേരെ മറിച്ച് വെസ്റ്റേൺ കുക്കിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ക്യുസീൻ ആണെങ്കിൽ അവിടെ ഒരുപക്ഷെ വരുന്നത് ബേക്കിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവിടെ വരുന്നത് ഗ്രില്ലിംഗ് ആയിരിക്കാം. അതില് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഓപ്ഷൻസ്. അപ്പൊ ഇതെല്ലാം ഡ്രോപ്പ് ഡൗണിൽ കൃത്യമായിട്ട് വരണം. ഞാൻ ഇന്ത്യൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ താഴെ വരണം,
ഇന്ത്യയിൽ വെജിറ്റേറിയൻ എടുക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് വരണം. അതിൽ സ്റ്റീം കുക്ക്ഡ് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വരണം. അല്ല അതിൽ ഡീപ് ഫ്രൈഡ് ആണെങ്കിൽ അത് വേറൊരു രീതിയിൽ വരണം. അപ്പൊ ഇതിനെല്ലാം നമുക്ക് പോകേണ്ട നാവിഗേറ്റ് ചെയ്യണം. എങ്ങനെ ഒരു ചോയ്സിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു, അതിനുശേഷം അടുത്തതിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു, ഇതിനാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ നാവിഗേഷൻ സഹായകരമാകുന്ന ഡീറ്റെയിലിംഗ് നിങ്ങളുടെ ടെക്നിക്കൽ ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഇത് എസ്പെഷ്യലി ഇതിപ്പോ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്, കോംപ്ലക്സ് ആയ സോഫ്റ്റ്വെയർ പ്രോസസ്സിലൊക്കെ കൃത്യമായിട്ട് നാവിഗേഷൻ കൊടുത്തില്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഐറ്റം ചൂസ് ചെയ്യുന്നതിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റുന്നത് കൊണ്ട് ഒരുപാട് നമുക്ക് സമയനഷ്ടവും മാനസികമായ പ്രയാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാവിഗേഷൻ സഹായിക്കുന്നത് ചിലപ്പോൾ കളർ കോഡ്സ് ആയിരിക്കാം. വെജിറ്റേറിയൻ ഒരു കോഡായിരിക്കും, നോൺ വെജിറ്റേറിയൻ മറ്റൊരു കോഡായിരിക്കാം, ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കാം. ഇന്ന ഭാഗത്ത് ഇന്ന ഐറ്റംസ് എല്ലാം കൊടുത്തിരിക്കുന്നു, ഇന്ന ഭാഗത്ത് മറ്റെല്ലാം കൊടുത്തിരിക്കുന്നു. ഡ്രോപ്പ് ഡൗൺ മെനുകളായിരിക്കാം. നിങ്ങൾ മൂഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനുസ് ആയിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട്. ഐക്കൺസ് ആയിരിക്കാം, ഡീപ് ഫ്രീസിന് ഒരു ഐറ്റം, ഡീപ് ഫ്രോസ്റ്റിന് മറ്റൊരു ഐറ്റം, അങ്ങനെ പല രീതിയിലുള്ള ഐക്കൺസ്, ഓരോ ഐക്കൺ എന്തിനാണ് എന്നുള്ളത് എല്ലാം നാവിഗേഷൻ ടൂൾസിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. നെക്സ്റ്റ് ഈസ് ആക്സസിബിലിറ്റി. നിങ്ങളുടെ ടെക്നിക്കൽ ഡോക്യുമെന്റിന്റെ ഉദ്ദേശം തന്നെ ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതായിരിക്കണം. അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ് കണ്ടാൽ അത് അടച്ചു വെച്ച് പോകാൻ ഇടവരുത്. നിങ്ങളുടെ അപ്ലയൻസ് വാങ്ങിക്കുക എന്നുള്ളൊരു വലിയ കാര്യം ഒരു കസ്റ്റമർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വാങ്ങിക്കുക എന്നൊരു വലിയ കാര്യം ഒരു കസ്റ്റമർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം അയാൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കണം. അയാളെ യൂസ് ചെയ്യാൻ സാധിക്കാൻ സഹായിക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഡോക്യുമെന്റ്, ടെക്നിക്കൽ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കുന്നത്. ഡോക്യുമെന്റ് ക്ലിയർ, ലോജിക്കൽ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പ്രസന്റ് ചെയ്യരുത്, ലോജിക്കലായിരിക്കണം. നിങ്ങളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാൽ ആദ്യമേ തന്നെ നിങ്ങൾ അതിൽ നോക്കുക എന്തായിരിക്കും അതിൽ നോക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റിൽ വരുന്ന വാഷിംഗ് മെഷീൻ വാങ്ങിച്ച ഉടനെ അതിൽ ആദ്യം കാണുന്നത് നിങ്ങൾ അതിൽ ലോഡ് കൂടുതൽ ഇടരുത് എന്നായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ ഇൻസ്റ്റാൾ ചെയ്യണം. 1. 2, അതിൽ ഇത്ര ആംപ് ഉള്ള വോൾട്ട് ഉള്ള പ്ലഗ് പോയിന്റിൽ കുത്തണം. 3, പ്രോപ്പർ എർത്തിങ് ഉണ്ടായിരിക്കണം. 4, വാട്ടർ ഡ്രെയിനേജിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ആദ്യം ഇൻസ്റ്റലേഷൻ. ഇതിന് ശേഷമാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുക. വാട്ടർ ഇൻലെറ്റ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് വരിക നിങ്ങൾ ബ്ലാങ്കറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന മെത്തേഡ് ഉപയോഗിക്കണം. കോട്ടൺ ക്ലോത്ത്സ് ആണെങ്കിൽ ഇന്നത് ഉപയോഗിക്കണം. വാം വാട്ടർ ആണെങ്കിൽ ഇന്നതുപോലെ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് വരുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മൈക്രോവേവ് അവൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അതിൽ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നു. അതിലെ കുക്കിംഗ് കാര്യങ്ങൾ പിന്നീട് പുറകെയാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യമേ തന്നെ വരുന്നത് ഞങ്ങളുടെ സർവീസ് സെന്ററുകളുടെ ലിസ്റ്റ്, അതല്ല വരേണ്ടതാണ്. നിങ്ങളുടെ വാഹനത്തിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, നിങ്ങളുടെ വാഹനത്തിന്റെ കണ്ടീഷൻസ്, നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എന്തെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരിക്കണം, നിങ്ങളുടെ രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ പറയുന്നത് ഞങ്ങളുടെ ഡീലർ നെറ്റ്വർക്ക് ഇവിടെയാണ് വരുന്നത്. നിങ്ങൾ എപ്പോഴും നോക്കിയാലും സാധാരണ ഡീലർ നെറ്റ്വർക്ക് എപ്പോഴും ബാക്കിലോട്ടാണ്. ഒരു കാർ വാങ്ങിക്കുമ്പോൾ കാറിന്റെ മാനുവലിൽ ഏറ്റവും ബാക്കിലായിട്ടാണ് ഡീലർ നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ടാവുക. മറ്റൊന്ന്, നിങ്ങളുടെ ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിരിക്കണം. ഇവിടെ ജാർഗൺ എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ജാർഗൺ എന്ന വാക്ക് തന്നെ ഒരു ജാർഗണാണ്. ലാംഗ്വേജ് ഷുഡ് ബി സിമ്പിൾ വിത്തൗട്ട് ജാർഗൺസ്. ജാർഗൺ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഏറെ പരിചയമില്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുക. ഇതിനാണ് നമ്മൾ ജാർഗൺ എന്ന് പറയുന്നത്. ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കാർ വാങ്ങിയപ്പോൾ കാറിൽ കണ്ട ഒരു കാര്യമാണ്, ഇഫ് എവർ യു റൺ ഔട്ട് ഓഫ് ഫ്യൂവൽ ദ എഞ്ചിൻ ഷുഡ് ബി പ്രൈംഡ് ബിഫോർ യൂസിങ് അഗെയിൻ. എനിക്ക് ഇതുവരെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ദ എഞ്ചിൻ ഷുഡ് ബി പ്രൈംഡ് ബിഫോർ യൂസിങ് അഗെയിൻ. അപ്പൊ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി, വണ്ടിയിൽ ഫ്യൂവൽ ഇല്ലാതെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് വണ്ടി നിന്നു പോയാൽ രണ്ടാമത് ഫ്യൂവൽ നിറച്ചതിന് ശേഷം ഫ്യൂവൽ ലൈൻസിൽ എയർ പോയി ഫ്യൂവൽ ലൈൻസ് ഫുൾ ആയതിനു ശേഷം മാത്രമേ വണ്ടി ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ വണ്ടി ഇടയ്ക്ക് വെച്ച് ജെർക്ക് ചെയ്ത് നിൽക്കും. ഇതായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ഫ്യൂവൽ ലൈൻ ഷുഡ് ബി പ്രൈംഡ് ബിഫോർ റീസ്റ്റാർട്ടിംഗ്. മറ്റൊരു വാക്ക് കാർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട മറ്റൊരു വാക്ക്, ഇൻ കേസ് ഓഫ് ജംപ് സ്റ്റാർട്ടിംഗ് ദ വെഹിക്കിൾ extreme care should be taken to use this in an isolated place. അപ്പൊ ജംപ് സ്റ്റാർട്ടിംഗ് ദ വെഹിക്കിൾ. അപ്പൊ എന്താണ് ജംപ് സ്റ്റാർട്ടിംഗ്? പിന്നെ സാഹചര്യം അതിന്റെ ചുറ്റുപാടൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ബാറ്ററി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ബാറ്ററി വാങ്ങിച്ച് എഞ്ചിനിലേക്ക് ഫിറ്റ് ചെയ്ത് കാർ സ്റ്റാർട്ട് ആക്കുന്ന രീതിക്കാണ് ജംപ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ജാർഗൺസ് ആണ്. അതിന് പകരം നിങ്ങൾക്ക് ബാറ്ററി ഇല്ലാതെ പോയാൽ, ഇഫ് എവർ യു റൺ ഔട്ട് ഓഫ് ബാറ്ററി ആൻഡ് യു ആർ യൂസിങ് an external battery, please take care എന്ന് പറയുമ്പോൾ കാര്യം എളുപ്പമായി. അതിന് പകരം നിങ്ങൾ പറയുന്നത് ഇൻ കേസ് യു ആർ ജംപ് സ്റ്റാർട്ടിംഗ് ദ വെഹിക്കിൾ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി, എന്താണ് ജംപ് സ്റ്റാർട്ട് ചെയ്യുക? ഞാൻ വാഹനത്തിൽ കയറി നിന്ന് ചാടി സ്റ്റാർട്ട് ചെയ്യുന്നതിനായിരിക്കും ജംപ് സ്റ്റാർട്ടിംഗ്. ഇവരുദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, നമ്മൾ വാഹനം
എങ്ങാനും ജംപ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തള്ളി സ്റ്റാർട്ട് ആക്കി കഴിയുമ്പോൾ വണ്ടി ഒന്ന് ചെറുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് കൺഫ്യൂഷനാണ്. എന്താണ് ജംപ് സ്റ്റാർട്ടിങ്? മറ്റൊരു യൂസേജ് ആണ് ടെയിൽ ഗേറ്റിംഗ്. ആദ്യം എനിക്ക് മനസ്സിലായി. ടെയിൽ ഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപേ പോകുന്ന വാഹനത്തിന്റെ തൊട്ട് പുറകിലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ്, ഒരു സേഫ്റ്റി ഹസാർഡിനെയാണ് നമ്മൾ ടെയിൽ ഗേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഡോണ്ട് ഡ്രൈവ് ടു ക്ലോസ് ടു ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് പറയുന്നതിന് പകരം ഇയാൾ പറയുന്നത് ഡോണ്ട് ടെയിൽ ഗേറ്റ്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മൾ ഏകദേശം സാഹചര്യം വെച്ച് മനസ്സിലാക്കുന്നു. പരമാവധി നമ്മൾ ഏറ്റവും ലളിതമായ ഭാഷ, സിമ്പിൾ വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. ഇനി അതല്ല, ചില കേസുകളിലൊക്കെ നമ്മൾ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യണമെങ്കിൽ, ചില അബ്രീവിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരാം. ചില കാര്യങ്ങൾ അബ്രീവിയേഷനിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ ടെക്നിക്കൽ ടേംസോ അബ്രീവിയേഷൻസോ ഒക്കെ യൂസ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങളുടെ മാനുവലിന്റെ അവസാനം ഗ്ലോസറി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഗ്ലോസറി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മെയിൻ ടെക്സ്റ്റിൽ ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അത് മെയിൻ ടെക്സ്റ്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ എക്സ്പ്ലനേഷൻ ഒരു ഫ്ലോ പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അധികം പരിചയമില്ലാത്ത പദങ്ങളും എന്തെങ്കിലും അബ്രീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഡോക്യുമെന്റിന്റെ മെയിൻ ടെക്സ്റ്റിന്റെ മെയിൻ കണ്ടന്റിന്റെ അവസാനം നമ്മൾ ഇത്തരം ടേംസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്ലോസറി എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുപോയി ഇട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഇൻഫർമേഷൻ ഷുഡ് ബി വെരിഫൈഡ് ആൻഡ് കറക്റ്റ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് ടെക്നോളജി ആയിട്ടും സയന്റിഫിക് ഡിവൈസസുമായിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ടെക്നിക്കലി കറക്റ്റ് സൗണ്ട് ആയിരിക്കണം. യൂഷ്വലി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വേണ്ടി വരുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഡിവൈസസും അപ്ലയൻസസും എല്ലാം. നമ്മൾ ശരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? സാങ്കേതികമായിട്ട് നമ്മുടെ ഡേറ്റയൊക്കെ അടിച്ചു പോകാൻ തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരം ആപ്പുകൾക്ക്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം. നമ്മളൊരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് ആയിക്കൊള്ളണം എന്നില്ല. വലിയ സോഫ്റ്റ്വെയറുകളിൽ പ്ലഗ് ഇൻ ചെയ്യുന്ന സംഗതികളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അതിന്മേൽ കിട്ടുന്ന ടെക്നിക്കൽ ഡീറ്റെയിലിംഗ് സൗണ്ട് അല്ലെങ്കിൽ കാര്യമായ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പോയിന്റ് 6 ഇസ് ക്ലാരിറ്റി. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ലോഡ് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്ത് നമുക്ക് അനാവശ്യമായി കൺഫ്യൂഷൻ ഉണ്ടാകരുത്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക. അത് ഒരു ഡോക്യുമെന്റേഷൻ ആട്രിബ്യൂട്ട് എന്ന് തന്നെ കരുതണ്ട. ജനറൽ കമ്മ്യൂണിക്കേഷനിലും എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിലും പരമാവധി നമ്മളുടെ സ്കിൽ സെറ്റിനനുസരിച്ച് അതിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്ലിയർ ആയിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. നെക്സ്റ്റ് ഈസ് കൺസൈസ്. കൺസൈസ് എന്ന് പറഞ്ഞാൽ സഫിഷ്യന്റ്, കോമ്പാക്ട്, ആവശ്യത്തിന് മാത്രം. നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് വരുന്ന ഒരു പോയിന്റാണ്. നേരത്തെ കൂടുതൽ പോയിന്റ്സ് പറയരുത്, ക്ലാരിറ്റിക്ക് പ്രയാസം വരുമെന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പോയിന്റ് വരുന്നത്. അനാവശ്യമായി ഡീറ്റെയിൽസ് ഓവർലോഡ് ചെയ്യാതിരിക്കുക. ഇതിൽ ഏതാണ് എനിക്ക് വേണ്ടത്, ഇതിൽ വേണ്ട കാര്യം ഞാൻ നോക്കിയിട്ട് ആദ്യ ഭാഗങ്ങളിൽ കാണുന്നില്ല, മടക്കി വെച്ച് പോകുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ യുസർക്ക് ഉണ്ടാകും. റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, വേണ്ട കാര്യങ്ങൾ മാത്രം പ്രസന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസൈസ് അല്ലെങ്കിൽ കോമ്പാക്ട് ആയിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് 8 ഈസ് യുവർ ടെക്നിക്കൽ ഡോക്യുമെന്റ് ഷുഡ് ബി കംപ്ലീറ്റ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ്. എല്ലാ കാര്യങ്ങളും ഒരു യൂസർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ആവശ്യമായി വരാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ കൺസൈസ്, കോമ്പാക്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി അത്യാവശ്യം യൂസർക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എടുത്തു മാറ്റുന്നതിൽ അർത്ഥമില്ല. കൺസൈസ് ആയിരിക്കുന്നതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ ഒതുങ്ങിയിരിക്കണം. അതിൽ കൂടുതൽ അനാവശ്യ കാര്യങ്ങൾ വരരുത് എന്നതാണ് കൺസൈസ് എന്നതുകൊണ്ടും കംപ്ലീറ്റ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഓൾ റിലവന്റ് ഡീറ്റെയിൽസ്, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്തിരിക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ ഇല്ലാതെ വന്നാലുള്ള ഒരു പോസിബിലിറ്റി യൂസർ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ യൂസർക്ക് കാര്യമായ നഷ്ടമോ ഓർഗനൈസേഷന് കാര്യമായ നഷ്ടമോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലെ അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുപോലെ തന്നെ ഓർഗനൈസേഷനുകളിലാണെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ സ്പെഷ്യലി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായ രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ഡീറ്റെയിലിംഗ് ഇല്ലെങ്കിൽ യൂസർ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് സിസ്റ്റം ക്രാഷ് ചെയ്യാനോ ഡേറ്റ നഷ്ടപ്പെടാനോ ഉള്ള സാധ്യതകളൊക്കെ നമുക്ക് വളരെയധികം കാണാവുന്നതാണ്. ലാസ്റ്റ്, കൺസിസ്റ്റന്റ് ആയിരിക്കണം. നിങ്ങളുടെ ടെക്നിക്കൽ ഡോക്യുമെന്റേഷന്റെ സ്റ്റൈല്, ഫോർമാറ്റ്, അത് പ്രസന്റ് ചെയ്യുന്ന രീതി ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ യൂണിഫോം ആയിരിക്കണം. ആദ്യത്തെ പേജിൽ ഒരു രീതി, നടുഭാഗത്ത് വരുമ്പോൾ മറ്റൊരു രീതി, അവസാനം വരുമ്പോൾ വേറൊന്ന്. ഫോണ്ടുകൾ പല ഭാഗത്ത് പലതുപോലെ, ചില സ്ഥലത്ത് പോയിന്റ് സൈസ് വളരെ കൂടുതൽ, ചില സ്ഥലത്ത് പാരഗ്രാഫ് ഇല്ല, ചില സ്ഥലത്ത് പാരഗ്രാഫ് ഉണ്ട്, ചില സ്ഥലത്ത് പേജ് കണക്കിന് എഴുതി വെച്ചിരിക്കുന്നു. അത് അങ്ങനെ ആയിരിക്കും. ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ആ ഫോർമാറ്റ് കൃത്യമായിട്ട് ഡോക്യുമെന്റിൽ ഉടനീളം നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് കാണാൻ സാധിക്കണം.
നിങ്ങളുടെ ഓർഗനൈസേഷൻ ഏതെങ്കിലും സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ വലിയ വലിയ ഓർഗനൈസേഷനുകളുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും അവരുടെ സ്റ്റേഷനറിയുടെ ഉപയോഗം മുതൽ പ്രിന്റ് ചെയ്യുന്ന പേപ്പർ മുതൽ പുറത്തേക്ക് പോകുന്ന എൻവലപ്പിൽ വരെ അവർക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അതേ സ്റ്റാൻഡേർഡ്സ് നിങ്ങളുടെ ടെക്നിക്കൽ ഡോക്യുമെന്റിലും റിഫ്ലക്ട് ചെയ്യണം. നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ടെക്നിക്കൽ ഡോക്യുമെന്റ്. ടെക്നിക്കൽ ഡോക്യുമെന്റിൽ ഉപയോഗിക്കുന്ന ടേംസ്, വാക്കുകൾ, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, സ്പെല്ലിങ്സ് എല്ലാം സെയിം ആയിരിക്കണം. ചില സ്ഥലത്ത് മീറ്റർ എന്ന് പറയുന്നു, ചില സ്ഥലത്ത് ഇഞ്ച് എന്ന് പറയുന്നു, ചില സ്ഥലത്ത് പൗണ്ട്സ് എന്ന് പറയുന്നു വെയിറ്റിന്, ചില സ്ഥലത്ത് കിലോഗ്രാം എന്ന് പറയുന്നു. അനാവശ്യമായ കൺഫ്യൂഷൻ ആണ്. ചില സ്ഥലത്ത് ഏക്കർ എന്ന് പറയുന്നു, ചില സ്ഥലത്ത് ആർ എന്ന് പറയുന്നു. ഇതെല്ലാം ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. കളർ എന്നതിന് ഒരു സ്ഥലത്ത് COLOR എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് COLOUR എന്ന് പറയുന്നു. ഓർഗനൈസേഷന് SATION എന്ന് അവസാനിക്കുന്നു, വേറെ സ്ഥലത്ത് ZATION എന്ന് അവസാനിക്കുന്നു. ഇതെല്ലാം ഇൻകൺസിസ്റ്റന്റ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ഏതായാലും അത് കൺസിസ്റ്റന്റ് ആയി ഒരേ രീതിയിൽ നിങ്ങൾ ഡോക്യുമെന്റിൽ ഉടനീളം കാണട്ടെ. ഇത്രയുമാണ് ഒരു സൗണ്ട് ടെക്നിക്കൽ ഡോക്യുമെന്റിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഗുഡ് ഡോക്യുമെന്റേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന ടോപ്പിക്കിന് കീഴിൽ നമ്മൾ പഠിക്കും. നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. ആദ്യത്തേത്, ഒരു ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ് ഉണ്ടായിരിക്കണം. 2, കണ്ടന്റ്സിൽ ഓരോന്നിന്റെയും പേർപ്പസ് അതിൽ കൃത്യമായി, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പോയിന്റ് 3, നാവിഗേഷൻ ടൂൾസ്. നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റിലൂടെ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, വേരിയസ് ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കുന്ന ടൂൾസ് നിങ്ങളുടെ ഡോക്യുമെന്റേഷനിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ആക്സസിബിലിറ്റി. നിങ്ങളുടെ ഡോക്യുമെന്റ് വായനക്കാരന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം. 5th, കൃത്യമായിരിക്കണം, പറയുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിരിക്കണം. 6th, ക്ലാരിറ്റി, വ്യക്തത ഉണ്ടായിരിക്കണം പറയുന്ന കാര്യങ്ങൾക്ക്. 7th, കൺസൈസ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രസന്റ് ചെയ്യുക. 8, കംപ്ലീറ്റ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ടെക്നിക്കൽ ഡോക്യുമെന്റിൽ. 9th, കൺസിസ്റ്റന്റ്, സ്ഥിരത. നിങ്ങളുടെ ടെക്നിക്കൽ ഡോക്യുമെന്റ് യൂണിഫോം ആയിരിക്കണം, അതിലെ യൂസേജ്, പ്രസന്റേഷൻ സ്റ്റൈല് എല്ലാം. ടേംസ് ഓഫ് മെഷർമെന്റ്, സ്പെല്ലിങ്ങുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കണം. ഇത്രയുമാണ് ഡോക്യുമെന്റേഷന്റെ ആട്രിബ്യൂട്ട്സ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് പോയിന്റ് ആയ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.